മൊബൈൽ ഫോണുകളിൽ സഞ്ചാർ സാഥി ആപ്പ് നിർബന്ധമാക്കാനുള്ള കേന്ദ്ര നീക്കം വൻ വിവാദമായിരുന്നു. ഒടുവിൽ അത് പിൻവലിക്കേണ്ടിയും വന്നു. എന്നാൽ തൊട്ടു പിന്നാലെയാണ് വാർത്താ ഏജൻസിയായ റോയിറ്റേഴ്സിൻ്റെ പുതിയ റിപ്പോർട്ട് പുറത്തുവരുന്നത്. പൗരന്മാരുടെ ഓരോ ചലനവും നിരീക്ഷിക്കാൻ സാറ്റലൈറ്റ് ലൊക്കേഷൻ ട്രാക്കിംഗ് സംവിധാനം മൊബൈൽ ഫോണുകളിൽ എപ്പോഴും ആക്റ്റീവ് ആയിരിക്കണമെന്ന നിർദ്ദേശവുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നു എന്നാണ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. ആപ്പിൾ, സാംസങ്, ഗൂഗിൾ എന്നീ മൊബൈൽ നിർമ്മാതാക്കൾക്കെല്ലാം അതിനാവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ സ്വകാര്യത ചൂണ്ടിക്കാട്ടി കമ്പനികൾ ഈ നീക്കത്തെ എതിർത്തിട്ടുണ്ടെന്നാണ് വിവരം. അന്വേഷണ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ നിർദ്ദേശമെന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെ വാദം. നിലവിലെ സാഹചര്യത്തിൽ ഒരു കുറ്റാന്വേഷണം നടക്കുമ്പോൾ ആരുടെയെങ്കിലും ലൊക്കേഷൻ വിവരങ്ങൾ ആവശ്യമായി വന്നാൽ സെല്ലുലാർ ടവർ ഡാറ്റയാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ സിനിമകളിലൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ, അയാൾ ഈ ടവർ ലൊക്കേഷനിൽ ഉണ്ടായിരുന്നു എന്നൊക്കെ. അതുതന്നെ സംഗതി. എന്നാൽ ഈ സംവിധാനത്തിൻ്റെ പരിമിതി എന്താണെന്ന് വെച്ചാൽ കൃത്യമായ ലൊക്കേഷൻ കിട്ടില്ല എന്നതാണ്. ഒരു ഏകദേശ ധാരണ മാത്രമേ ലഭിക്കൂ. ഈ പരിമിതി മറികടക്കാനായിട്ടാണ് സാറ്റലൈറ്റ് ലൊക്കേഷൻ ട്രാക്കിംഗ് സംവിധാനം വേണമെന്ന് ആവശ്യപ്പെടുന്നത്. GPS സാങ്കേതികവിദ്യ കാര്യക്ഷമമായി ഉപയോഗിക്കണമെങ്കിൽ സ്മാർട്ട് ഫോണുകളിൽ എല്ലായ്പ്പോഴും ലൊക്കേഷൻ ആക്റ്റീവ് ആയിരിക്കണം. അത് ഉറപ്പാക്കണമെന്നാണ് മൊബൈൽ കമ്പനികളോട് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെടുന്നത്. കൂടാതെ ഈ ഓപ്ഷൻ ഓഫാക്കാനുള്ള അവസരം കസ്റ്റമേഴ്സിന് നൽകരുതെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. അതേസമയം ഇങ്ങനെയൊരു നിർദ്ദേശം അംഗീകരിക്കാൻ കഴിയുന്നതല്ല എന്നാണ് ആപ്പിളിൻ്റെയും ഗൂഗിളിൻ്റെയും നിലപാട്.